الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ثم أما بعد അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളും മാറ്റി തീർക്കുവാൻ അറിവിൻ്റെയും കഴിവിൻ്റെയും പരമാവധി പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകൾക്ക് വേണ്ടി നിശ്ചയിച്ച രണ്ട് ആഘോഷങ്ങൾ, അതിലെ ബലിപെരുന്നാൾ ദിവസം കഴിഞ്ഞ ദിവസം നമ്മളിൽ നിന്ന് കടന്നുപോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ ചെയ്ത ഇബാദത്തുകൾ നാം ഓരോരുത്തരിൽ നിന്നും സ്വീകരിക്കുമാറാവും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ രണ്ട് ബലിപെരുന്നാളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ രണ്ട് ആഘോഷങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ ആലോചിക്കുമ്പോൾ മറ്റ് മതസ്ഥരുടെ, മറ്റ് വിഭാഗക്കാരുടെ ആഘോഷങ്ങളും അല്ലെങ്കിൽ അവരുടെ പെരുന്നാളുകളായി അവർ കൊണ്ടാടുന്ന ദിനങ്ങളും ഒക്കെ നമ്മൾ അതുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്നുള്ളത്, ദീനുൽ ഇസ്ലാമിൽ ഈ രണ്ട് ആഘോഷങ്ങളും ഒരിക്കലും ഒരാളുടെയും ജനനവുമായി ബന്ധപ്പെട്ടതല്ല, ഒരാളുടെയും മരണവുമായും ബന്ധപ്പെട്ടതല്ല. ചെറിയ പെരുന്നാളാണെങ്കിലും വലിയ പെരുന്നാളാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ബന്ധപ്പെടുത്തി കണക്ട് ചെയ്തത് ഒരിക്കലും ഏതെങ്കിലും ഒരു വലിയ ഒരു വ്യക്തിയുടെ ജനനവുമായി ബന്ധപ്പെട്ടിട്ടല്ല, ഏതെങ്കിലും ഒരാളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ല ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരാളുടെ മരണവുമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് ആഘോഷങ്ങളെ ബന്ധപ്പെടുത്തിയിട്ടില്ല. ഏതെങ്കിലും ഒരു വലിയ മഹത് വ്യക്തിത്വം മരണപ്പെട്ടു പോയതിന്റെ ചരമവാർഷികമോ അല്ല ഈ രണ്ട് ആഘോഷങ്ങൾ. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് പെരുന്നാളുകളെയും നിശ്ചയിച്ചിട്ടുള്ളത് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇബാദത്തുകളുടെ കൂടെ ഏറ്റവും നല്ല ഇബാദത്തുകൾ ചെയ്യാനുള്ള ഈ ഒരു വർഷത്തിൽ തന്നെ ഏറ്റവും മികച്ച രണ്ട് സമയങ്ങളാണ് റമദാൻ മാസവും അതുപോലെ തന്നെ ദുൽഹിജ്ജ ആദ്യത്തെ ദിവസങ്ങളും. റമദാനിലെ അവസാനത്തെ 10ഉം ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10ഉം ഈ രണ്ട് 10 ദിവസങ്ങളേക്കാൾ ശ്രേഷ്ഠകരമായ ദിവസങ്ങൾ ഒരു വർഷത്തിൽ ഒരിക്കലും കടന്നു വരികയില്ല. ഏറ്റവും മികച്ച 10 ദിവസങ്ങളാണ് റമദാനിലെ അവസാനത്തെ 10ഉം ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10ഉം. ഈ ഏറ്റവും മികച്ച രണ്ട് 10 ദിവസങ്ങൾ കഴിഞ്ഞ് തൊട്ട് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും നിശ്ചയിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്ന എന്താന്ന് വെച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ലക്ഷ്യമെന്നുള്ളത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹു ഖുർആനിൽ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും എനിക്ക് ഇബാദത്ത് ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ടല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി. നാം ഓരോരുത്തരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കാര്യം ഇവിടെ സൂചിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മളെ സംബന്ധിച്ചിടത്തോളം
ഇത്തരത്തിലുള്ള 10 ദിവസങ്ങൾ അല്ലെങ്കിൽ ശ്രേഷ്ഠകരമായ ദിനരാത്രങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ നമ്മളിൽ നിന്ന് അവസാനിക്കേണ്ടതല്ല, തീർന്നു പോകേണ്ടതല്ല നമ്മുടെ ഇബാദത്തുകൾ. പലപ്പോഴും വലിയ വലിയ സീസണുകൾ റമദാനൊക്കെ വരുമ്പോൾ ധാരാളം ഇബാദത്തുകൾ ചെയ്തിരുന്ന ആളുകൾ, അത് നല്ല കാര്യം തന്നെ. റമദാൻ വരുമ്പോൾ ഇബാദത്തുകൾ അധികരിപ്പിക്കാവുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യം. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാൽ റമദാൻ കഴിയുമ്പോൾ ആ ഇബാദത്തുകൾ നമ്മൾ പൂർണ്ണമായും നിർത്തിവെക്കാം. നമ്മൾക്ക് തടസ്സങ്ങൾ വന്ന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തിരക്കുകൾ പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റാതാകുന്നത് വേറെ വിഷയം. അതിനെപ്പറ്റിയിട്ടല്ല പറയുന്നത്. നമ്മൾ റമദാൻ കഴിഞ്ഞില്ലേ, ഇനി നമ്മൾ അത്രയും എഫേർട്ട് എടുക്കണ്ടല്ലോ, ഇനി നമ്മൾ അത്രയും ഇബാദത്തുകൾ ചെയ്യേണ്ടതില്ലല്ലോ എന്നൊരു മെന്റാലിറ്റി ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വരാൻ പാടില്ല. അവനെ സംബന്ധിച്ചിടത്തോളം മരിക്കും വരേക്കും അവൻ ഇബാദത്തിലാണ്. അല്ലാഹു പറഞ്ഞത് വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. യഖീനാകുന്ന ഉറപ്പുള്ള മരണം വന്നെത്തുന്നത് വരേക്കും നീ നിന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്ന ഫൈദാ ഫറഗ്ത ഫൻസബ്. റസൂലേ, താങ്കൾ ഫ്രീ ആയി കഴിഞ്ഞാൽ, താങ്കളുടെ തിരക്കുകൾ താങ്കൾക്ക് ഒഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചെറിയ സമയം ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറഞ്ഞത്? ഫൻസബ്, റബ്ബിലേക്ക് ധൃതിപ്പെട്ട് ചെല്ലാൻ, ഇബാദത്തുകളിലേക്ക് ധൃതിപ്പെട്ട് വേഗത്തിൽ ഓടിച്ചെല്ലാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. നമ്മളെപ്പോഴും ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കേണ്ട ആളുകളാണ്. നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിർബന്ധമാക്കിയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് നിശ്ചയിച്ച സ്വർഗത്തിലെ വലിയ വലിയ പദവികളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകൾ പഠിപ്പിച്ചിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആന്റെ ആയത്തുകൾ പഠിപ്പിച്ചിരുന്നു. ഈ വലിയ വലിയ പദവികളെ ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു പറഞ്ഞെന്താ? ഇദാ സഅൽതുമുല്ലാഹ ഫസ്അലൂഹുൽ ഫിർദൗസ്. ഒരു വ്യക്തി പള്ളിയിൽ പ്രാർത്ഥിക്കുന്നത് കാണാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വ്യക്തി പ്രാർത്ഥിക്കുന്ന എന്താണെന്നറിയോ? അയാൾ പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവേ, എന്നെ നിന്റെ സ്വർഗത്തിൽ ഏറ്റവും താഴെ, ഏറ്റവും ചെറിയ ദർജയിലേക്കെങ്കിലും എന്നെ നീ പ്രവേശിപ്പിക്കണമേ എന്ന വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അങ്ങനെയല്ല പ്രാർത്ഥിക്കും. നിങ്ങൾ അങ്ങനെയല്ല ചോദിക്കേണ്ടത്. നമ്മുടെ മെന്റാലിറ്റി അങ്ങനെ ആകരുത്. എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ എവിടെയെങ്കിലും താഴെയെങ്കിലും എത്തിയാൽ മതി, ഏറ്റവും മിനിമം ദർജയെങ്കിലും കിട്ടിയാൽ മതി എന്ന മെന്റാലിറ്റി അല്ല ഒരു മുസ്ലിമിന് വേണ്ടത്. ഒരു മുസ്ലിമിന് വേണ്ടത് ഏറ്റവും മുകളിൽ, ഏറ്റവും ടോപ്പിൽ, ഏറ്റവും ഫസ്റ്റ് നമുക്ക് എത്താൻ പറ്റുന്നതിന്റെ ഏറ്റവും വലിയ ദർജയിലേക്ക് എത്താൻ ആണ് നമ്മൾ ആഗ്രഹിക്കേണ്ടതും പണിയെടുക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സഅൽതുമുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ ഫസ്അലൂഹുൽ ഫിർദൗസ്, നിങ്ങൾ അല്ലാഹുവിനോട് ഫിർദൗസ് ചോദിക്കും. അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ ഫിർദൗസ് ചോദിക്കണം. ഫഇന്നഹു അഅലൽ ജന്ന, അതാണ് സ്വർഗത്തിന്റെ ഏറ്റവും മുകൾ ഭാഗം. ഏറ്റവും സ്വർഗത്തിന്റെ ഏറ്റവും മുകളിലെ ഭാഗം ഫിർദൗസാണ്. വഔസതുൽ ജന്ന, സ്വർഗത്തിലെ എല്ലാ നിഅമത്തുകളും ചേർന്ന് നിൽക്കുന്ന അതിന്റെ സെന്റർ പോയിന്റ് ആണ് ഫിർദൗസ്. വമിൻഹു തുഫജ്ജറു അൻഹാറുൽ ജന്ന, അവിടെ നിന്നാണ് സ്വർഗത്തിലെ അരുവികൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിർദൗസിൽ നിന്നാണ്. എല്ലാ അനുഗ്രഹങ്ങളും ചേർന്നിട്ടുള്ള സ്വർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ആ ഫിർദൗസ് നമ്മൾ ഓരോരുത്തരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കാൻ പഠിപ്പിക്കുന്നത് നമ്മൾക്ക് അവിടേക്ക് എത്താൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ്, നമ്മൾക്ക് അവിടേക്ക് എത്താൻ സാധിക്കുന്നുള്ളതുകൊണ്ടാണ്. നമ്മൾക്കൊക്കെ, നമ്മൾ ഈ ഇരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അവിടേക്ക് എത്താൻ സാധിക്കും, കഴിയും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പ്രാർത്ഥന നമ്മൾ ഒരിക്കലും ഒഴിവാക്കാനും പാടില്ല. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം, എഫേർട്ട് നമ്മൾ നിർത്താനും പാടില്ല. ഇത് രണ്ടും നമ്മൾ എത്രത്തോളം നിർത്താതെ കോൺസ്റ്റന്റ് ആയി മരിക്കും വരെ മുറുകെ പിടിക്കുന്നുവോ അത്രത്തോളം എളുപ്പത്തിൽ നമ്മൾ ഫിർദൗസിലേക്ക് എത്തും. എളുപ്പമാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വലിയ പ്രയാസമുള്ള റസൂലുമാർക്കും നബിമാർക്കും വലിയ വലിയ സിദ്ദീഖീങ്ങൾക്കും ഔലിയാക്കന്മാർക്കും ശുഹദാക്കൾക്കും മാത്രമുള്ളതല്ലാത്ത നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ, ഒന്ന് എഫേർട്ട് എടുത്താൽ, ഒന്ന് പരിശ്രമിച്ചാൽ, ആഗ്രഹമുണ്ടെങ്കിൽ, പ്രാർത്ഥനയുണ്ടെങ്കിൽ റബ്ബ് അത് പൂർത്തീകരിച്ചു. നമ്മൾ വിചാരിക്കുന്നത് പോലെ വലിയ ദർജയിലേക്ക് എത്തണമെന്നും നിർബന്ധമില്ല. നമ്മൾക്ക് സത്യസന്ധമായ നീയത്തുണ്ടെന്ന് വിചാരിക്കുക, നമ്മൾ റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, റബ്ബ് നമ്മൾക്ക് അതിലേക്കുള്ള വഴി എളുപ്പമാക്കി തരും. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ശ്രദ്ധിക്കണം. നബി
സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഉദാഹരണം ഒരു എക്സാമ്പിൾ ആയിട്ട് പഠിപ്പിച്ചു തരാം. പറയണം, മൻ സഅലല്ലാഹ ശഹാദത ബിസിദ്ഖി, ആരെങ്കിലും അള്ളാഹുവിനോട് എനിക്ക് ഷഹീദാകണം, ശുഹദാക്കളുടെ ദർജയിലേക്ക് സ്വർഗത്തിലേക്ക് എത്തണം എന്ന് സത്യസന്ധമായി ചോദിക്കണം. അവൻ വേറൊന്നും ആഗ്രഹിക്കുന്നില്ല. സത്യസന്ധമായി റബ്ബിനോട് അങ്ങനെ അവൻ ഒരുത്തൻ ചോദിച്ചു കഴിഞ്ഞാൽ, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്താ പറഞ്ഞത്? ബല്ലഗഹുല്ലാഹു മനാസില ശുഹദാ വഇൻ മാത അലാ ഫിറാശിഹി, അവൻ മരിക്കുന്നത് ബെഡിൽ വിരിപ്പിൽ കിടന്നിട്ടാണ്. ഷഹീദൊന്നും ആയിട്ടില്ല, യുദ്ധത്തിൽ പങ്കെടുത്തിട്ടോ മറ്റേതെങ്കിലും രൂപത്തിൽ അവൻ ഷഹീദായിട്ടല്ല മരണപ്പെടുന്നത്. അവന്റെ ബെഡിൽ കിടന്നിട്ടാണ് മരിക്കുന്നത്. പക്ഷേ അവന്റെ സത്യസന്ധമായ പ്രാർത്ഥന കാരണത്താൽ, ശരിയായ നീയത്ത് കാരണത്താൽ ബല്ലഗഹുല്ലാഹു മനാസില ശുഹദാ, അള്ളാഹു അവനെ ശുഹദാക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തും. നമ്മൾ ആലോചിക്കുക, നമ്മുടെ അമൽ, ഒരു മുസ്ലിമിന്റെ, ഒരു മുഅ്മിനിന്റെ അമലിനേക്കാൾ അവന് പരലോകത്ത് അവന് ഉപകാരപ്പെടുക അവന്റെ നീയത്താണ്, പ്രാർത്ഥനയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം. നമ്മൾ പലരും വിചാരിക്കും ഞാനൊക്കെ എങ്ങനെ ആ ദർജയിലേക്ക് എത്താനാണ്, എനിക്ക് എങ്ങനെ സാധിക്കാനാണ് എന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കുക പോലും ചെയ്യാത്ത ആളുകളാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകൾ. അത് വലിയ മണ്ടത്തരമാണ്, വലിയ വെട്ടിത്തരമാണ്. നമുക്ക് സാധിക്കൂലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞു, വലാത്ത അജിസ്, നിനക്ക് സാധിക്കൂല, നീ വിചാരിക്കരുത്. വിശ്വാസം പഠിപ്പിച്ചത് നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട. നിനക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളിൽ നീ പരിശ്രമിക്കാം, എഫേർട്ട് നിർത്തണ്ട. പരമാവധി അമലുകൾ വർദ്ധിപ്പിക്കാൻ പരിശ്രമിക്കുക, ദീൻ പഠിക്കാൻ പരിശ്രമിക്കുക, ഖുർആൻ അർത്ഥം മനസ്സിലാക്കാൻ പരിശ്രമിക്കുക, പരിശ്രമം നിർത്തണ്ട. വസ്തഈൻ ബില്ലാഹ്, റബ്ബിനോട് സഹായം തേടിക്കൊണ്ടേയിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഒരിക്കലും അശക്തനാണ്, എന്നെ കൊണ്ട് കഴിയൂല നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ ഫിർദൗസിലേക്ക് എത്തൂല, കഴിയൂല. നിങ്ങൾക്കും സാധിക്കും. റബ്ബ് എളുപ്പമാക്കിയാൽ എനിക്കും അവിടേക്ക് എത്താൻ പറ്റും എന്ന ഉറച്ച യഖീൻ നമുക്ക് വേണം. നിങ്ങൾക്കറിയോ, മദീനത്ത് ഇമാം മാലിക് റഹിമഹുല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ 3-ാം നൂറ്റാണ്ടിൽ ഇമാം മാലിക് റഹിമഹുല്ലാഹുവിന്റെ അടുക്കലേക്ക് ഒരു ശിഷ്യൻ യഹ്യ ഇബ്നു യഹ്യ അൽ-ലൈസി റഹിമഹുല്ലാഹ്, അദ്ദേഹം ആദ്യമായിട്ട് ഹദീസ് പഠിക്കാൻ വേണ്ടി വരിക മദീനത്തിൽ മസ്ജിദ് നബവി. ഹദീസ് പഠിക്കാൻ വരുമ്പോൾ ഇമാം മാലിക് റഹിമഹുല്ലാഹ് ആ ശിഷ്യന്റെ കഴിവും അറിവും അവന്റെ ഇൽമു പഠിക്കുന്നതിനും അമലാക്കുന്നതിലൊക്കെ ഉത്സാഹം, ആ ഹിർസ് കണ്ടിട്ട് ആ ശിഷ്യനെ ഉപദേശിക്കാൻ പറഞ്ഞു കൊടുക്കുകയാണ്, യഹ്യ നീ എന്ത് ചെയ്യണം, ഈ ദീൻ പഠനത്തിൽ വളരെ ശക്തിയായി മുന്നേറണം, വളരെ സ്പീഡിൽ, വളരെ ആവേശത്തിൽ പരമാവധി നിന്റെ സമയം ദീൻ പഠനത്തിൽ നീ മുഴുക്കണം. എന്നിട്ട് അദ്ദേഹം അത് പറയാനുള്ള കാരണം പറഞ്ഞു കൊടുക്കും. അദ്ദേഹം പറയുന്നത്, എന്റെ ചെറുപ്പത്തിൽ, അദ്ദേഹം പറയണം, ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയാം, എന്റെ ചെറുപ്പത്തിൽ മദീനത്തൊരു ത്വാലിബുണ്ടായി, ദീൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. ദീൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി മദീനത്തുണ്ടായിരുന്നു. അവൻ പഠിക്കുന്ന ഇൽമുകളെല്ലാം അവന്റെ ജീവിതത്തിൽ അവൻ അമലാക്കും. അവൻ പഠിച്ചിരുന്നത് റബ്ബിന്റെ അടുക്കൽ വലിയ ദർജയിലേക്ക് എത്താൻ, അവന് വേറൊന്നും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പഠിക്കും. അങ്ങനെ അവൻ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ നല്ലൊരു മുന്നേറ്റം ഇൽമിലും അമലിലൊക്കെ അവനിൽ വന്ന് നല്ലൊരു അവസ്ഥയിലേക്ക് ആകുമെന്ന് പ്രതീക്ഷിക്കുന്ന സന്ദർഭത്തിൽ എത്തിയപ്പോൾ പെട്ടെന്ന് അവൻ മരണപ്പെടുക. ആ ത്വാലിബ് പെട്ടെന്ന് മരണപ്പെട്ടു, പ്രതീക്ഷിക്കാതെ, ആരും വിചാരിക്കാതെ ആ കുട്ടി മരണപ്പെട്ടു പോകണം. ചെറിയ യുവാവാണ്, ആർക്കും ആ കുട്ടിയെ പറ്റി അറിയില്ല. ഒരു ആലിമോ ത്വാലിബോ ജനങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഖത്തീബോ ഒന്നും ആയിട്ടില്ല. ഒരു സാധാരണ ദീൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, ഒരു തുടക്കക്കാരൻ, ഒന്നും കാര്യമായി പഠിച്ചിട്ടില്ല. ഒരുപാട് കിതാബുകൾ പഠിക്കുകയോ ഒരുപാട് മസ്തലുകൾ വായിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ അവന്റെ നീയത്ത് ഒരുപാട് ഇൽമ കരസ്ഥമാക്കണം, ജനങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കണം, അങ്ങനെ സ്വർഗത്തിൽ ഏറ്റവും വലിയ ദർജയിലേക്ക് എത്തണം എന്നുള്ള നീയത്തോടുകൂടി പഠിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, സ്റ്റാർട്ടിങ്ങിലാണ്. പക്ഷെ മരണപ്പെട്ടുപോയി. മദീനയിൽ അന്ന് ഒരുപാട് വലിയ വലിയ ഉലമാക്കൾ, റബീഅത്ത് ഇബ്നു അബി അബ്ദുറഹ്മാനെ പോലെ, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു മഹ്ദിയെ പോലെ വലിയ വലിയ മുഹദ്ദിസുകൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അന്ന് മദീനത്തുള്ള വലിയ വലിയ ഉലമാക്കൾ എല്ലാവരും കണ്ട സ്വപ്നം, എല്ലാവരും കാണുന്ന ഒരേ സ്വപ്നമാണ്. അന്നത്തെ രാത്രി, ആ കുട്ടി മരണപ്പെട്ട രാത്രി എന്താണ് കണ്ടത്? ഈ കുട്ടിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യാം. വിചാരണ ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയാണ്, എന്റെ അടിമ എത്ര ഇൽമു പഠിച്ചിട്ടുണ്ടോ, എത്ര മസലകൾ പഠിച്ചിട്ടുണ്ടോ, അത്രയും ദർജകൾ ഇവന് സ്വർഗത്തിൽ
കൂട്ടിക്കൊടുക്കണം, ഉയർത്തിക്കൊടുക്കണം എന്ന് മലക്കുകളോട് പറയാം. അപ്പൊ മലക്കുകൾ ഇവനെ സ്വർഗത്തിലേക്ക് ഉയർത്തി കുറച്ച് മസലകളാവുമ്പോഴേക്കും അവന്റെ ആ ദറജകൾ തീരും, അവസാനിക്കും. കാരണം അവൻ അത്രയും പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത്രയായി അവസാനിക്കും. അള്ളാഹു സുബ്ഹാനഹു മലക്കുകളോട് പറയാന്താണെന്നറിയോ? എന്റെ അടിമ അവൻ ദീൻ പഠിച്ചിരുന്നത് ഏറ്റവും വലിയ ദറജയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അവനെ ആ ലക്ഷ്യത്തിൽ നിന്ന് തടസ്സമായത് അവന്റെ മരണമല്ലാതെ മറ്റൊന്നുമല്ല. അതുകൊണ്ട് എന്റെ അടിമകൾക്ക് അല്ലെങ്കിൽ എന്റെ ഈ അടിമയ്ക്ക് നിങ്ങൾ സ്വർഗത്തിൽ ഏറ്റവും വലിയ ദറജ നൽകണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് പറയും. ഒന്നും ആലോചിച്ച് നോക്കിയ, അവൻ ഒന്നും പഠിച്ചിട്ടില്ല, ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്ന ഒരു ആലിമോ ഒന്നും ആയിട്ടില്ല. പക്ഷേ അവന്റെ ശരിയായ നീയത്ത് കൊണ്ട് ദീൻ പഠിച്ചു തുടങ്ങുമ്പോഴേക്കും മരണപ്പെട്ടു പോയ ആ ചെറിയൊരു ത്വാലിബിൽ ഒരു തുടക്കക്കാരൻ അവൻ എത്തുന്ന സ്വർഗത്തിൽ ഏറ്റവും വലിയ ദറജയിലേക്ക്, ഏറ്റവും വലിയ ഉലമാക്കളുടെ, ഏറ്റവും വലിയ മുഹദ്ദിസുകളുടെ, ഏറ്റവും വലിയ മുഫസ്സിറുകളുടെ ദറജയിലേക്ക് ആ ഒരു ദീൻ പഠിച്ചു തുടങ്ങുന്ന ഒരു വിദ്യാർത്ഥി എത്തിയത് എങ്ങനെയാണ്? സത്യസന്ധമായ നീയത്തുകൊണ്ട്, ആത്മാർത്ഥമായ പ്രാർത്ഥന കൊണ്ട്. നമ്മൾക്ക് ആദ്യം വേണ്ടത് അതാണ്. നമ്മളത് ചിന്തിക്കുന്നതിൽ തന്നെ നമുക്ക് പിഴച്ചു പോവാണ്. നമ്മൾ വിചാരിക്കുക എനിക്ക് സാധിക്കൂല, എന്നെ കൊണ്ടൊന്നും അത് എത്തൂല, എന്നെ കൊണ്ടൊന്നും പറ്റൂല എന്ന് വിചാരിക്കുന്നിടത്ത് നമ്മൾ തീർന്നു. നമ്മുടെ ആ വലിയ ദർജകൾ നമ്മൾ നഷ്ടമായി. നമ്മൾ ചെറിയ ദർജകളിലേക്ക് ചുരുങ്ങിപ്പോയി. നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് വലിയ നഷ്ടമാണ്. നമ്മൾ ആദ്യം ശരിയാക്കേണ്ടത് നമ്മുടെ നീയത്ത്. നമ്മൾക്ക് സാധിക്കും. ഈ നീയത്ത് വെച്ച് നമ്മൾ റബ്ബിനോട് പരമാവധി പ്രാർത്ഥിക്കാം. നമുക്ക് സാധിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെയും പ്രാർത്ഥിക്കാം. നമുക്കറിയാലോ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നു പഠിപ്പിച്ചെന്ന ധാരാളം സന്ദർഭങ്ങളുണ്ട്. ബാങ്കിനും ഇഖാമത്തിനും വേണ്ടി പ്രാർത്ഥന തള്ളപ്പെടുകയില്ല എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സുജൂദിൽ പ്രാർത്ഥിച്ചാൽ സ്വീകരിക്കപ്പെടുമെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിസ്കാരത്തിൽ സലാം വിട്ട് തശഹുദിലിരിക്കുമ്പോൾ അവസാനത്തെ തശഹുദിലിരിക്കുന്ന സമയത്ത് സലാം വിട്ടുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. രാത്രിയുടെ അവസാനത്തെ 1/3 പ്രാർത്ഥിച്ചാൽ സ്വീകരിക്കപ്പെടുമെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. യാത്രക്കാരനായിരിക്കും പ്രാർത്ഥിച്ചാൽ സ്വീകരിക്കപ്പെടുമ്പോൾ. ഇങ്ങനെ എത്ര സന്ദർഭങ്ങളുണ്ട്. ഈ സന്ദർഭങ്ങളിലൊക്കെയും നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലെ, ഇന്ന് വെള്ളിയാഴ്ച ദിവസം അസർ നിസ്കാരത്തിന് ശേഷം മഗ്രിബ് നിസ്കാരം വരെയുള്ള സമയം പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്ന സമയമാണ്. ഒരാളുകൾക്ക് അറിയില്ല. വെള്ളിയാഴ്ച ദിവസം അസർ നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾക്കറിയോ, സലഫുകളുടെ കാലഘട്ടത്തിൽ പള്ളികൾ നിറയുമായിരുന്നു. അസർ നിസ്കാരത്തിന് ശേഷം ആരും പള്ളിയിൽ എഴുന്നേറ്റ് പോവില്ല. അസർ നിസ്കാരത്തിന് ശേഷം ഒരു പള്ളിയുടെ മൂലയ്ക്ക് ചെന്നിരുന്ന ആൾ, പല മുഹദ്ദിസുകളും സലഫുകളും അവരുടെ കൈകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഉയർത്തിയ കൈകൾ താഴ്ത്താറുണ്ടായിരുന്ന മഗ്രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ ആ സമയം അത്രയും അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പ്രാർത്ഥിക്കുന്ന വിശ്വാസം പഠിപ്പിച്ചെന്നാണ്. ഈ വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട്. ആ സമയത്ത് ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് അവൻ എന്താണോ പ്രാർത്ഥിക്കുന്നത് അത് അള്ളാഹു കൊടുക്കാതിരിക്കുകയില്ല എന്ന് വിശ്വാസം പഠിപ്പിക്കുന്ന സമയം അത് ഈ വെള്ളിയാഴ്ച അസർ നിസ്കാരത്തിന് ശേഷം മഗ്രിബിനിടയിലുള്ള സമയമാണ്. ഇങ്ങനെയുള്ള സമയങ്ങൾ പരമാവധി നമ്മൾ പ്രാർത്ഥിക്കാം. അല്ലെ, നമുക്കല്ല സാധിക്കാത്ത, റബ്ബിന് സാധിക്കാത്ത എന്തെങ്കിലും ഉണ്ടോ? റബ്ബിനോട് നമ്മൾ ചോദിക്കാം. നമുക്ക് പഠിക്കാനുള്ള കഴിവ് കുറവാണെങ്കിൽ റബ്ബിനോട് ചോദിക്കാം. നമുക്ക് മനഃപ്പാടമാക്കാനുള്ള കഴിവ് കുറവാണ്, റബ്ബിനോട് ചോദിക്കാം. നമുക്ക് പ്രാരാബ്ദങ്ങളും മറ്റു കാര്യങ്ങളും തടസ്സങ്ങൾ കൊണ്ട് പഠിക്കാനുള്ള സമയം കിട്ടുന്നില്ലെങ്കിൽ റബ്ബിനോട് ചോദിക്കാം. എന്തും റബ്ബിനോട് ചോദിക്കാം. റബ്ബ് അത് എളുപ്പമാക്കി തരും. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പരലോകത്തിൽ വിജയം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യം ശരിയാക്കണം നമ്മുടെ നീയത്താണ്. പ്രാർത്ഥിക്കാനുള്ള മനസ്സ് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാം, ഇന്നി ലാ അഹ്മിലു ഹമ്മൽ ഇജാബ. പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമോ എന്നതിനെ പറ്റി ഞാൻ ചിന്തിക്കാറില്ല. വലാകിന്നി അഹ്മിലു ഹമ്മദ് ദുആ. ഞാൻ എന്താ ചിന്തിക്കാറുള്ളൂ? എന്തൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നത് മാത്രമേ ഞാൻ ചിന്തിക്കൂ. കാരണം പ്രാർത്ഥിച്ചാൽ റബ്ബ് സ്വീകരിക്കും, ഉറപ്പാണ്. റബ്ബ് മാറ്റം വരും. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഈ വലിയ ദറജകൾ കരസ്ഥമാക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നമ്മുടെ നീയത്ത് ശരിയാക്കാം. നമുക്ക് സാധിക്കൂല എന്ന് വിചാരിക്കരുത്, എന്ന തെറ്റിദ്ധാരണ മാറ്റിവെക്കുക. നമുക്ക് എല്ലാവർക്കും സാധിക്കും. നമ്മൾ പരിശ്രമിക്കുക, അതേപോലെ തന്നെ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അവന്റെ ഏറ്റവും വലിയ ദറജകളിലേക്ക് എത്തിച്ചേരുവാനുള്ള എല്ലാ തടസ്സങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്തരികയും അവനെ കണ്ടുമുട്ടുന്ന നാളിൽ ഏറ്റവും വലിയ ദറജകൾ കരസ്ഥമാക്കുന്ന
ഏറ്റവും വലിയ നിഅമത്തുകൾ ലഭിക്കുന്ന ആ ഭാഗ്യവാന്മാരിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ലഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൃപ്തിപ്പെടുത്തുന്നതിൽ അവന്റെ വലിയ ദർജകൾ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നതിന് നമുക്ക് തടസ്സമാകുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് വേഗത്തിൽ സൂചിപ്പിച്ചതാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് വേഗം അവസാനിപ്പിക്കാം. നമുക്ക് ഏറ്റവും വലിയ ദർജകളിലേക്ക് എത്താൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്ന കാര്യം എന്താണെന്നറിയോ? അത് നമ്മുടെ അറിവില്ലായ്മ, നമ്മുടെ ജഹലാണ്. അറിവില്ലായ്മ എന്നുള്ളത് അതിനേക്കാൾ വലിയ അപകടം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുക. അറിവില്ലായ്മ, ജഹൽ എന്നുള്ള കാര്യം അവനെ സ്വർഗത്തിലെ പദവികൾ കുറയ്ക്കുന്നത്രയും വേറൊരു കാര്യം അവനെ സ്വർഗത്തിലെ ദർജകൾ കുറയ്ക്കൂല. അറിവില്ലായ്മ ഒരു മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കുന്ന അത്രയും എളുപ്പത്തിൽ വേറൊരു കാര്യം ഒരു മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കൂല. നമ്മൾ ശ്രദ്ധിക്കണം. മുസ്ലിം ആയിട്ടുള്ള റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ പരിശ്രമിക്കുന്ന ആളുകൾ, അവരിൽ ഭൂരിഭാഗം ആളുകളും അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാതെ അവന്റെ കോപത്തിന് ഇരയാകാൻ പോകുന്നത് അറിവില്ലാത്തവരായി മരണപ്പെടുന്നുണ്ടായിരുന്നു. വളരെ പേടിക്കേണ്ട വിഷയമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്രത്തോളം ചർച്ച ചെയ്യുന്നുണ്ട്, നമ്മൾ എത്രത്തോളം അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്, നമ്മുടെ ടൈം എത്രത്തോളം അത് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആകുള്ളത് വെള്ളിയാഴ്ച, ആകുള്ളത് ഈ വെള്ളിയാഴ്ച. ഈ വെള്ളിയാഴ്ച ആണെങ്കിൽ തന്നെ ജുമഅയ്ക്ക് പങ്കെടുക്കാൻ പലരും വരുന്നത് നിസ്കാരത്തിന്റെ സമയത്താണ്. അവൻ ജുമഅയിൽ എന്താണ് പറയുന്നതൊന്നും കേൾക്കുന്നില്ല. അവൻ ആ ആഴ്ചയിൽ ആകെ കിട്ടുന്ന ഇൽമ് അതുപോലെ അവന് കിട്ടാതെ പോവാണ്. പലരും ജുമഅയ്ക്ക് വന്നിരുന്ന് ശ്രദ്ധിക്കാതിരിക്കാം, പലർക്കും ഉറക്കം തൂങ്ങാം, പലർക്കും ക്ഷീണം ബാധിക്കാം. ഇതൊക്കെ വലിയ നഷ്ടമാണ്. നമ്മൾക്ക് ഇൽമ കിട്ടാതെ നമ്മൾ ജഹലിലേക്ക് എത്രത്തോളം അടുക്കുന്നുവോ അത്രത്തോളം നമ്മുടെ വിശ്വാസം തകരാറിലാവും, നമ്മുടെ സംസാരങ്ങൾ തകരാറിലാവും, നമ്മുടെ പ്രവർത്തനങ്ങൾ തകരാറിലാവും. നിങ്ങൾക്കറിയോ നമ്മൾക്കിടയിൽ എത്ര ആളുകളുണ്ടെന്നറിയോ? ദിവസേന ഡെയിലി ഒരുപാട് ഹറാമുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ അറിയില്ല അത് ഹറാമാണ്, ഹറാം പഠിച്ചിട്ടില്ല. ദിവസം ഡെയിലി ആവർത്തിച്ചൊരു ഹറാമ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവനൊരിക്കലും അവൻ ഹറാമാണ് അറിയാൻ അവൻ ചെയ്യില്ലായിരുന്നു. പക്ഷെ അവൻ അറിയില്ല, അവൻ പഠിച്ചിട്ടില്ല, അവൻ ആരോടും ചോദിച്ചിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല, ഉറപ്പുവരുത്തിയിട്ടില്ല. അവനങ്ങനെ അവന്റെ ലൈഫ് സ്റ്റൈലിൽ ഡെയിലി അങ്ങനെ മുന്നോട്ട് പോവാണ്. ദിവസേന അള്ളാഹു നിർബന്ധമാക്കിയ വാജിബുകൾ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരുപാട് ആളുകൾ നമ്മളിലുണ്ട്. പക്ഷെ അവനറിയില്ല അത് വാജിബാണ്, ഞാനത് കംപ്ലീറ്റ് ചെയ്യൽ എന്റെ മേൽ നിർബന്ധമാണ്, കമ്പൽസറിയാണ്. അവനറിയില്ല. അറിയെങ്കിൽ അവനെ നഷ്ടപ്പെടുത്തില്ലായിരുന്നു. അങ്ങനത്തെ എത്ര ആളുകൾ നമ്മൾക്കിടയിലുണ്ട്. നമ്മൾ വളരെ പേടിക്കേണ്ട വിഷയമാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ റബ്ബിന്റെ അടുക്കിലേക്ക് എത്തുമ്പോൾ, റബ്ബ് നമ്മളെ വിചാരണ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നീ ഹറാമ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ റബ്ബേ എനിക്ക് അറിയില്ലായിരുന്നു റബ്ബേ എന്ന് ന്യായം പറയാൻ പറ്റുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഒരിക്കലും ന്യായം പറയാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടമല്ലത്. ഈ ദുനിയാവിൽ ലോകത്തിന്റെ ഏത് കോണിൽ എന്തൊക്കെ നടന്നാലും അറിയുന്ന നിങ്ങൾ എങ്ങനെ അള്ളാഹുവിന്റെ ദീനിൽ ഒരു ഹറാമുള്ള കാര്യം നിങ്ങൾക്ക് അറിയാതെ പോയി എങ്ങനെ റബ്ബിനോട് ന്യായം പറയാൻ സാധിക്കും? എങ്ങനെയാണ് ഒഴികഴിവ് പറയാം? എങ്ങനെയാണ് ശിക്ഷന് രക്ഷപ്പെടാൻ പോകുന്നത്? പലർക്കും അറിയില്ല അല്ലേ? ഞാൻ ഉദാഹരണത്തിന് പറയും. ഇവിടെ ജുമുഅക്ക് ഖുതുബയിൽ വന്നിരുന്ന് ഖതീബിന്റെ മുമ്പിൽ വന്നിരുന്ന് ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കെ പരസ്പരം സംസാരിക്കുന്ന ആളുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന ആളുകളുണ്ട്, പല വിഷയങ്ങളും ഫോൺ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ, മെസ്സേജ് അയക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ ആ ഖുതുബയെ ബാത്തിലാക്കി കളയും. ഇവിടെ വന്നിരിക്കുന്ന ആ എഫേർട്ടിന്റെ പ്രതിഫലം മുഴുവൻ നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യമാണ്. പലർക്കും അവരൊന്നും വേണം വെച്ചിട്ടല്ല, അവരൊന്നും ഈ ഖുതുബ ബാത്തിലാക്കണം എന്ന ഉദ്ദേശത്തോടെ ചെയ്യുന്നതല്ല. അവർക്ക് അറിയില്ല ഇതിന്റെ വിധി എന്താണെന്നുള്ളത് അറിയില്ല. പലരും സലാം പറഞ്ഞിട്ടാണ് കയറി വരിക. ഇവിടെ ഉള്ളവർ ഖുതുബ കേൾക്കുന്നവർ സലാം മടക്കുകയും ചെയ്യും. സലാം മടക്കിയാൽ പോലും ഒരുത്തന്റെ ഖുതുബ ബാത്തിലാവും. പലർക്കും അറിയില്ല.
തൊട്ടടുത്തിരുന്ന് ഒരുത്തൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവനോട് മിണ്ടാതിരിക്കുന്ന പറഞ്ഞാൽ പോലും ഖുതുബ ബാത്തിലാവും. ആ ഖുതുബയ്ക്ക് വന്നിരുന്ന പ്രതിഫലം നഷ്ടപ്പെട്ടു. ഇതൊന്നും പലർക്കും അറിയില്ല, കാരണം പഠിക്കുന്നില്ല. ആകെ ദീൻ പഠിക്കാൻ കിട്ടുന്ന അവസരമായി ഇതുപോലത്തെ ഖുതുബകൾക്കെങ്കിലും നമ്മൾ ആദ്യമേ വന്നിരിക്കണം. ബാങ്ക് കൊടുക്കുന്നതിന് ഇമാം മിമ്പറിൽ കയറുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ വന്നിരിക്കണം. നബിസ്വല്ലല്ലാഹു പഠിപ്പിച്ചെന്താ? പള്ളിയുടെ വാതിൽക്കൽ മലക്കുകൾ ആരൊക്കെ ഖുതുബയ്ക്ക് ഹാജരാകുന്നുണ്ടെന്ന് എഴുതി വെക്കാൻ നിൽക്കുന്നുണ്ടാവും ഓരോ വെള്ളിയാഴ്ച. അത് എഴുതി വെച്ച് ഏതുവരെ എഴുതി വെക്കും? ഖതീബ് മിമ്പറിൽ കയറുന്നവരെ എഴുതി വെക്കും. അത് കഴിഞ്ഞാൽ ഈ എഴുതി വെക്കുന്ന റെക്കോർഡ് അടച്ചു വെക്കും, പിന്നെ എഴുതി വെക്കൂല. എന്നുവെച്ചാൽ കണക്കിൽ റബ്ബിന്റെ അടുക്കൽ ഹിസാബിൽ അവൻ ഖുതുബയിൽ പങ്കെടുത്തിട്ടില്ല. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഇമാം മിമ്പറിൽ കയറുന്നതിന് മുമ്പ് പള്ളിയിലേക്ക് കയറണം. എന്തെങ്കിലും തടസ്സങ്ങൾ കൊണ്ട് വിട്ടുപോകുന്ന സ്വാഭാവികം, മാനുഷികമാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സംഭവിച്ചു, രോഗം ബാധിച്ചു, അല്ലെങ്കിൽ വഴിയിൽ എന്തെങ്കിലും ബ്ലോക്കായി, അങ്ങനെ എന്തെങ്കിലും മാനസികമായ തടസ്സങ്ങൾ കൊണ്ട് വല്ലപ്പോഴും വൈകി പോകുന്നതിനെ പറ്റിയിട്ടല്ല പറയുന്നത്. എപ്പോഴും വൈകി വരിക, എപ്പോഴും ഖുതുബയുടെ അവസാനം വരിക, എപ്പോഴും നിസ്കാരത്തിൽ മാത്രം പങ്കെടുക്കുന്ന രൂപത്തിൽ കടന്നു വരിക എന്നുള്ളത്, അതാണ് ഒരു മനുഷ്യന് സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതം, ഏറ്റവും വലിയ ദുരന്തം. അതാണ്. അവൻ ജാഹിലായി തന്നെ മരണപ്പെടും. ഒരിക്കലും അവൻ ഇൽമു കൂടൂല, ഇൽമു വർദ്ധിക്കൂല. അങ്ങനെ അവൻ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ ഒരുപാട് ഹറാമുകളുമായിട്ടാണ് റബ്ബിനെ കണ്ടുമുട്ടുക. റബ്ബ് അവനെ കോപിക്കുന്ന രൂപത്തിൽ, തൃപ്തിപ്പെടാത്ത രൂപത്തിൽ അവനെ കണ്ടുമുട്ടുക. അത് വലിയ അപകടമാണ്, അത് വലിയ അപകടമാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തള്ളി നീക്കരുത്. നമ്മളൊരിക്കലും നമ്മുടെ ജീവിതത്തെ വെറുതെ ഇങ്ങനെ എപ്പോഴും ജനിച്ചു വളർന്ന് ഇതുവരെയുള്ള ആ ലൈഫ് സ്റ്റൈൽ പോലെ തന്നെ ഇനിയും അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകരുത്. ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം നമ്മുടെ ജീവിതത്തിൽ, ഇബാദത്തിൽ, പെരുമാറ്റത്തിൽ, വിശ്വാസത്തിൽ, സംസാരത്തിൽ ഒക്കത്തിൽ നമുക്ക് പല മാറ്റങ്ങളും വരുത്താനുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? ആ മെന്റാലിറ്റിയോടുകൂടെ തന്നെ പരമാവധി പഠിക്കാനുള്ള മെന്റാലിറ്റി. ഖുതുബയ്ക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, വിശ്വാസം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ഖുതുബയ്ക്ക് വരുമ്പോൾ എന്തെങ്കിലും പഠിക്കണം, എന്തെങ്കിലും മനസ്സിലാക്കണം എന്ന നിയത്തോട് കൂടിയിട്ടാണ് പള്ളിയിലേക്ക് വരുന്നതെങ്കിൽ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം വിശ്വാസം പഠിപ്പിച്ചു. നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും പഠിക്കണം എന്നുള്ള നിയത്തോട് കൂടിയിട്ടാണ് പള്ളിയിലേക്ക് വരുന്നതെങ്കിൽ ആ വരുന്നവന് പള്ളിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ട് എന്ന് വിശ്വാസം പഠിപ്പിച്ചു. ആ നിയത്തോടു കൂടെ ഖുതുബ കേൾക്കാൻ വരിക, ആ ഉദ്ദേശത്തോടു കൂടെ നേരത്തെ വരിക. ഇമാം മിമ്പറിൽ കയറുന്നതിന് മുമ്പേ പള്ളിയിലേക്ക് എത്താൻ പരമാവധി മാക്സിമം പരിശ്രമിക്കുക. അങ്ങനെ നമ്മൾക്ക് ഈ കിട്ടുന്ന ഈ അവസരം ഖുതുബ, ജുമാ ഖുതുബ എന്നുള്ള അവസരത്തിലൂടെ പരമാവധി നമ്മുടെ ഇൽമു വർദ്ധിപ്പിക്കാനും അമലുകൾ ശരിയാക്കാനും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഒരുപാട് പോരായ്മകളുണ്ട്, അറിഞ്ഞും അറിയാതെയും ഒക്കെ പറ്റുന്ന ഒരുപാട് അബദ്ധങ്ങളുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തരികയും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കണ്ടുമുട്ടുമ്പോൾ അവൻ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ അവനെ കണ്ടുമുട്ടാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മളെ ഇവിടെ ഒരുമിച്ച് ചേർത്തതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെയും നമ്മുടെ ബന്ധു മിത്രാദികളെയും കൂട്ടുകുടുംബങ്ങളെയും ഒക്കെ റബ്ബ് സുബ്ഹാനഹു നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ദുരിതങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പട്ടിണി കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഇനിയുള്ള ജീവിതത്തിൽ ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ പരമാവധി ദീനെപ്പറ്റി പഠിക്കാനും അന്വേഷിക്കാനും ഉള്ള വഴികൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും എളുപ്പമാക്കി തരുമാറാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.